റസൂലിന്റെ പേര് പോലും പറയുന്നത്. നബിയെ ഡയറക്റ്റ് അല്ലാഹു പേര് വിളിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളിലുണ്ട്. അവിടുത്തെ ഭാര്യമാർ, അവര് നബി തങ്ങൾ വഫാത്തായാൽ നബിയുടെ ഭാര്യമാരെ ഒരാൾക്കും വിവാഹം ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, ഹറാമായിരുന്നു. നബിയുടെ ഭാര്യമാർ ഹബീബിന്റെ വഫാത്തിന് ശേഷം ആർക്കും വിവാഹം ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, നബി തങ്ങളുടെ മക്കളിൽ ജീവിച്ചിരുന്നത് ഫാത്തിമ ബീവിയുടെ മക്കളാണ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. നബിയുടെ പെൺമക്കളുടെ മക്കളെല്ലാം മരിച്ചുപോയി. എന്നാൽ ഫാത്തിമ ബീവി എന്ന ഇളയ മകളുടെ മക്കളിൽ രണ്ടുപേർ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, രണ്ടുപേരാണുള്ളത്. നബിയുടെ ആൺമക്കളും നബിയുടെ പെൺമക്കളും ഒരുപോലെയാണ് നബിയുടെ കുടുംബ ബന്ധം ചേർത്തുമ്പോൾ. എന്ന് പറഞ്ഞാൽ തങ്ങന്മാർ, സയ്യിദന്മാർ എന്ന് പറയുന്നത് ആരാണ്? സയ്യിദന്മാർ, ആരാണ് തങ്ങന്മാർ? അവരുടെ വാപ്പ, വല്ലിപ്പ അങ്ങനെ കടന്നുപോയാൽ ഒന്നുകിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ആ ചെന്നെത്തുന്നവരെയാണ് നമ്മൾ തങ്ങന്മാർ എന്ന് പറയുന്നത്, അല്ലേ? അവരുടെ ഉപ്പ ആരാണ്? അലി റളിയല്ലാഹു അൻഹു. ഉമ്മ ആരാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്നാൽ നമ്മൾ ഹസൻ എന്നവരിലേക്കും ഹുസൈൻ എന്നവരിലേക്കും റളിയല്ലാഹു അൻഹുമാ അവരിലേക്ക് ചെന്നെത്തുന്ന പരമ്പരയെ നബിയുടെ കുടുംബം എന്നാണ് പറയുക. ഇടയ്ക്ക് ഒരാൾ ഒരു സംശയം, ഒരു ക്ലിപ്പ് വിട്ടിരുന്നു, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് തങ്ങന്മാരെങ്ങനെയാ ആവുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രവാസി സുഹൃത്ത്, പാവം, അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാ തങ്ങന്മാരുണ്ടാവുക? നബിയുടെ ആൺമക്കളുണ്ടെങ്കിലല്ലേ നബിയുടെ കുടുംബമാവൂ. നബിയുടെ മോളല്ലേ ഫാത്തിമ ബീവി, പിന്നെ എങ്ങനെയാ തങ്ങളാവുക? നബിയുടെ മോള് നമ്മുടെ പെങ്ങളെ പോലെയാണ് എന്നാണ് അവൻ വിചാരിച്ചത്, ആ സുഹൃത്ത് വിചാരിച്ചത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. നമ്മുടെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ പെങ്ങൾക്കുണ്ടാകുന്ന മക്കൾ ആ പെണ്ണിന്റെ വാപ്പയിലേക്കല്ലല്ലോ ചേർത്തുന്നത്, ആ പെണ്ണിന്റെ ഭർത്താവിലേക്കല്ലേ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, നബിയുടെ മോളല്ലേ ഫാത്തിമ ബീവി, ഫാത്തിമ ബീവിയുടെ മക്കൾ എങ്ങനെയാ നബിയുടെ മക്കളാവുന്നത്, നബിയുടെ പരമ്പരയാവുന്നത്? അത് ചെറിയൊരു അറിവില്ലായ്മയുടെ വിഷയം മാത്രമാണ്. നബി തങ്ങൾ പറയുന്നു, എന്റെ പെൺമക്കളും എന്റെ ആൺമക്കളും ഒരുപോലെയാണ്. അള്ളാന്റെ റസൂലിൽ ഇത് ബാധകമല്ല. നമ്മുടെ പെങ്ങളെ പോലെയല്ല ഫാത്തിമ റളിയല്ലാഹു അൻഹാ, നമ്മുടെ പെൺമക്കളെ പോലെയല്ല ഫാത്തിമ റളിയല്ലാഹു അൻഹ. കുല്ലു സബബിൻ വനസബിൻ യൻഖതിഉ യൗമൽ ഖിയാമ ഇല്ലാ സബബി വനസബി. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ എല്ലാ തറവാടും നഷ്ടമാവും, എല്ലാ കുലമഹിമയും നഷ്ടമാവും. എന്നാൽ എന്നിലേക്ക് വരുന്ന എന്റെ കുടുംബമഹിമയൊഴികെ, എന്റെ കുടുംബ പരമ്പരയൊഴികെ എല്ലാ പരമ്പരയും നാളെ നഷ്ടമാവും എന്ന് പറഞ്ഞപ്പോ നബിയുടെ കുടുംബ പരമ്പര ആരിലൂടെയാ പോകുന്നത്? ഫാത്തിമ ബീവിയിലൂടെയാണ് റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് നമ്മുടെ പെൺമക്കളെ പോലെ പെങ്ങളെ പോലെ ഹബീബിന്റെ മോളെ കാണാൻ പറ്റില്ല. ആൺമക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഫാത്തിമ ബീവിയുമായി നബി തങ്ങളിലേക്കുള്ള കുടുംബ ബന്ധം ചേരുന്നത്. ഹസൻ എന്നവരെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മോൻ സയ്യിദാണ്, നേതാവാണ്. ഹസൻ റളിയല്ലാഹു അൻഹു. വ ഇന്ന കുല്ല നസബിൻ വസബബിൻ മുൻഖതിഉൻ യൗമൽ ഖിയാമ ഇല്ലാ നസബഹു വസബബുഹു. എല്ലാ തറവാടും നാളെ നഷ്ടമാവും. ഈ മോൻ ഹസൻ എന്ന ഈ മോനിലൂടെ വരുന്ന തറവാടൊഴികെ, ഹുസൈൻ എന്ന മോനിലൂടെ വരുന്ന തറവാടൊഴികെ എല്ലാം നാളെ നഷ്ടമാവും. അത് എന്റെ തറവാടാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സയ്യിദന്മാരെന്ന് നമ്മൾ വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് അവർ നബി കുടുംബമായത്. ഇത് ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അവരിലൂടെയാണ് അവസാനം വരുന്ന ഇസ്ലാമിന്റെ ഖലീഫ മഹാനായ ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു വരാൻ പോകുന്നത്. ഈ തങ്ങൾ കുടുംബത്തിലൂടെയാണ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല. തങ്ങളുടെ പ്രത്യേകതകളിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യിത്ത് നിസ്കാരം എങ്ങനെ നടന്നു? ഒരു ചോദ്യം ചോദിക്കുക, ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട് കേട്ടാ. ഉത്തരം അറിയുന്നൂല് കൈപോക്കുക. മൂന്നാളുടെ ഉത്തരം സ്വീകരിക്കുള്ളേ. അള്ളാഹുവിന്റെ റസൂല് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ തങ്ങൾ വഫാത്തായില്ലേ?
തങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് ആരാണ് ഇമാമ് നിന്നത്? അതാണ് ചോദ്യം. ആരാ ഇമാമ് നിന്നത് മയ്യത്ത് നിസ്കാരം? കൈപോക്ക പറഞ്ഞോളൂ, ഉറക്കെ പറയണം. ജിബ്രീൽ അലൈഹിസ്സലാം. ഓക്കെ, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു. ഉത്തരം പറയാം അവസാനം. അവിടെ വളണ്ടിയർ ആണല്ലോ, മാഷാ അല്ലാഹ്. ആരാ? ആരും നിന്നിട്ടില്ല. ആരും നിന്നിട്ടില്ല എന്ന് ഉത്തരം ആരാധ്യ പറഞ്ഞത്? ഇവിടെ മുമ്പിലുള്ള ആളെന്നൊക്കെ അല്ലേ ഒരു പരിഗണന. രണ്ടാളുണ്ട്, രണ്ടാൾക്കും വരും. ബിസ്മില്ലാ. അവർക്കെത്തിയോ? ഓരെ കൂട്ടൂല. നമ്മള് ബിസ്മില്ലാ. നല്ല പുതിയ നോട്ട് തരാം. ബിസ്മില്ലാ. വരി. വിളിച്ചോളൂ വിളിച്ചോളൂ. ഓല കിട്ട് നടന്നു വരാൻ ബുദ്ധിമുട്ടാ. കൊണ്ടേ കൊടുക്കും നോക്കെ. ബിസ്മില്ലാ. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ബിസ്മില്ലാ കൊണ്ട് കൊടുക്കാം. രണ്ടുപേർക്കും ബിസ്മില്ലാ. ഓരോരുത്തർക്കും ഓരോ ഖംസുമിയ കിടക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു സമ്മാനം. ചിലർ പറയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഇമാമ് നിന്നത് അല്ലേ? ഇവരെ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആരും ഇമാമ് നിന്നിട്ടില്ല. ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ പരിശുദ്ധമായ ജനാസ നിസ്കാരത്തിന് ഇമാമുണ്ടായിട്ടില്ല. സ്വല്ലന്നാസു അഫ്വാജൻ അഫ്വാജാ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് നിസ്കരിക്കുകയായിരുന്നു. ഇമാമുണ്ടായിട്ടില്ല. നടന്നൊന്ന് ബുദ്ധിമുട്ടായോ? മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹ്. തബാറകല്ലാഹ് തബാറകല്ലാഹ്. ബിസ്മില്ലാഹ്. മാഷാ അല്ലാഹ്. ഇവിടെ ചെയർ കൊടുക്കി. ഇനി അവരെ അങ്ങോട്ട് പറഞ്ഞേക്കണ്ട. ബിസ്മില്ലാഹ്. ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി ആരും മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമ് നിന്നില്ല. സ്വഹാബികൾ വരികയാണ്. വന്നവർ മുഴുവനും കൂട്ടം കൂട്ടമായി നിസ്കരിക്കുകയായിരുന്നു. കൂട്ടം കൂട്ടമായി നിസ്കരിക്കുകയാണുണ്ടായത്. ഇമാമുണ്ടായിട്ടില്ല. എല്ലാവരും കൂട്ടം കൂട്ടമായി വന്ന് നിസ്കരിച്ചു പോകുന്നു. 3 ദിവസമാണ് ഹബീബിന്റെ മയ്യത്ത് നിസ്കരിച്ചത്. കാരണം 3 ദിവസം കഴിഞ്ഞതിന്റെ ശേഷമാണ് നബി തങ്ങളുടെ മയ്യത്ത് സ്വഹാബികൾ മറവ് ചെയ്തത്. അത് സ്വഹാബിമാർ അവരുടെ ഒരു ഇജ്തിഹാദായിരുന്നു. ഖിലാഫത്തിന്റെ വിഷയം തീരുമാനമാവാത്തതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആ സമയം വരേക്കും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭൗതിക ശരീരം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 3 ദിവസം നമുക്കങ്ങനെ മയ്യത്തിനെ മറവ് ചെയ്യാതെ എടുത്തു വെക്കാൻ പാടുള്ളതല്ല. മരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നതിന്റെ ശുശ്രൂഷകളായി കഴിഞ്ഞാൽ പിന്നെ മറവ് ചെയ്യണമെന്നാണ്. ഗൾഫിൽ നിന്ന് വരാനുണ്ട്, ഇന്നാള് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇന്നാള് ഖത്തറിൽ നിന്ന് വരാൻ തുടങ്ങും. അതൊന്നും വിഷയമല്ല. വാപ്പ ഒരു നല്ല വാപ്പയാണെങ്കിൽ ആ വാപ്പാക്ക് ഏറ്റവും ഉന്നതമായ സ്വർഗമാണ് അള്ളാഹു വെച്ചിരിക്കുന്നത് ഖബറിൽ. ആ ഖബറിലേക്ക് വാപ്പയെ പെട്ടെന്ന് കൊണ്ടുപോവുക. നിങ്ങൾ മറവ് ചെയ്യാതെ വെക്കുന്ന മനുഷ്യൻ മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ എന്തിനാണ് മോശപ്പെട്ട ഒരു ശവം ഈ ഭൂമിക്ക് മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? വേഗം കൊണ്ടുപോയി കുഴിച്ചിട്ടോളൂ. 2 നിലക്കാണെങ്കിലും പെട്ടെന്നാണ് മറവ് ചെയ്യേണ്ടത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. നബിതങ്ങളുടെ മയ്യത്ത് 3 ദിവസം എടുത്തു വെച്ചിട്ടുണ്ട്. ഹബീബായ നബിതങ്ങൾക്ക് മയ്യത്ത് നിസ്കരിച്ചപ്പോ സ്വഹാബികളാരും മയ്യത്തിന് വേണ്ടിയുള്ള ദുആ ആ നിസ്കാരത്തിൽ ചൊല്ലിയിട്ടില്ല. മയ്യത്ത് നിസ്കരിക്കുമ്പോ 1ാമത്തെ തക്ബീർ കഴിയുമ്പോ ഫാത്തിഹ അല്ലേ, 2ാമത്തെ തക്ബീർ കഴിയുമ്പോ സ്വലാത്തുൽ ഇബ്രാഹിമിയ, 3ാമത്തെ അല്ലാഹു അക്ബർ കഴിഞ്ഞാൽ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. എന്നാൽ وأنه صلى عليه الناس أفواجا أفواجا بغير إمام وبغير دعاء الجنازة المعروف. നമ്മൾ അറിയുന്ന ജനാസയുടെ ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അങ്ങനെ ഒരു ദുആ നബിക്ക് പുറത്തു കൊടുക്കണേ എന്നൊരു പ്രാർത്ഥന ഒരു സ്വഹാബി നബിക്ക് വേണ്ടി ചൊല്ലിയില്ല. കാരണം പാപങ്ങളില്ലാത്ത നബി തങ്ങൾക്ക് എന്തിനാണ് പൊറുക്കലിനെ ചോദിക്കുന്നത്? വഅന്നഹു മഅസൂം, ചെറുതോ വലുതോ ആയ പാപങ്ങളില്ലാത്തവരല്ലേ നബിതങ്ങൾ. നബിതങ്ങൾ മഅസൂമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖി ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഹബീബായ നബിതങ്ങളുടെ പരിശുദ്ധമായ ഖബറിൽ നബിതങ്ങൾക്ക് കിടക്കാൻ ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.
നബി തങ്ങൾക്ക് വേണ്ടി ഖബറിൽ ഒരു വിരിപ്പ് വിരിച്ചിട്ടുണ്ട്. നമുക്ക് ഖബറിൽ വിരിക്കാൻ പാടില്ല. നമുക്ക് ഖബറിന്റെ ഉള്ളിൽ ടൈൽസ് ഇടാൻ പാടില്ല. നമുക്ക് അത് ചെയ്യൽ മിനിമം കറാഹത്തെങ്കിലുമാണ്. അല്ലാഹുവിന്റെ റസൂലിന് അതെല്ലാം സ്വഹാബിമാർ ചെയ്തു. നബിയെ വിരിപ്പിലാണ് കിടത്തിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ എങ്ങനെയാ വഫാത്തായത് അങ്ങനെ ഇപ്പോഴും കിടക്കുകയാണ്. അതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وأنه لا تبلى أجساد الأنبياء പ്രവാചകന്മാരുടെ ശരീരം ഒരിക്കലും തന്നെ മണ്ണ് തിന്നുകയില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ഗുരുവിനെ എങ്ങനെയാണോ സ്വഹാബിമാർ ആ ഖബറിലേക്ക് വെച്ചത് അതുപോലെ ഹബീബ് ഇപ്പോഴും കിടക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കൽ നമുക്ക് ബാധ്യതയുമാണ്. അമ്പിയാക്കന്മാർ എവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാം അങ്ങനെ തന്നെയാണ്. അമ്പിയാഇന്റെ മഖാമുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മളത് ഓർക്കണം. മൂസ നബിയുടെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം ഷാബ് കടലിലേക്ക് പോകുന്ന ഡെഡ് സീയിലേക്ക് പോകുന്ന വഴിയിൽ ജെറൂസലേം എന്ന താഴേക്ക് ഭൂമിയുടെ ലോ ലെവലാണ് നമ്മുടെ ഡെഡ് സീ കിടക്കുന്നത്. ആ പോകുന്ന വഴിക്ക് വലതുഭാഗത്തുണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബറുണ്ട്. അലൽ കസീബിൽ അഹ്മർ എന്ന് മിഅ്റാജിന്റെ ഹദീസുകളിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂസ നബിയുടെ ഖബർ ഞാൻ കണ്ടു എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ നബി അങ്ങനെയാ കിടക്കുന്നത്. അയ്യൂബ് നബിയുണ്ട് സ്വലാലയിൽ, ഒമാനിലെ സ്വലാലയിലെ ഒരു കുന്നിൻ പുറത്ത് ജബൽ അയ്യൂബ് എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലുണ്ട് അയ്യൂബ് നബിയുടെ മിഹ്റാബുണ്ട്. ആ മലയുടെ താഴ്വാരത്ത് അയ്യൂബ് നബി കുളിച്ച കുളമുണ്ട്. അവരുടെ അസുഖത്തിന് ഭേദമാവാൻ അള്ളാഹു അത്ഭുതകരമായി ഉണ്ടാക്കി കൊടുത്ത തണുത്ത വെള്ളം എന്ന് പറയുന്ന ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്, ആ കുളം അവിടെയുണ്ട്. ഒരു മാസം മുമ്പ് പോലും ഞാൻ വീണ്ടും അവിടെ പോയിട്ടുണ്ട്. വളരെ മനോഹരമാണ് അമ്പിയാക്കന്മാർ കിടക്കുന്ന മണ്ണുകൾ. അവരെവിടെയാണോ മരിച്ചത് അവിടെ തന്നെയാണ് അമ്പിയാക്കന്മാരെ മറവ് ചെയ്യേണ്ടതും. അയ്യൂബ് നബിയുണ്ട് അവിടെ. ഇബ്രാഹിം നബിയുടെ മഖാമ് കണ്ടിട്ടുണ്ട്. ജെറൂസലേമിലെ ഖലീലിലാണ്. ഇസ്രായേൽ ഭരണത്തിന്റെ കീഴിലുള്ള ഹിബ്രോൺ എന്ന് പറയുന്ന പ്രദേശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബറുണ്ട് അവിടെ. തൊട്ടരികത്തുണ്ട് മകനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ ഖബറുണ്ട് അവിടെ. ഇസ്ഹാഖ് നബിയുടെ ഭാര്യയുടെ ഖബറുണ്ട് അവിടെ. സാറാ ബീവിയുടെ ഖബറുണ്ട് അവിടെ. അവർ പ്രവാചകന്മാരല്ല ഈ മഹദിമാർ. എന്നാൽ യൂസുഫ് നബിയുടെ ഖബറിന്റെ പുറത്ത് യാക്കൂബ് നബിയുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ജുമാ നിസ്കരിച്ചാൽ ഒരു 10 മിനിറ്റ് നടക്കാനില്ല. ആ ദൂരത്താണ് ദാവൂദ് നബി അലൈഹിസ്സലാം കിടക്കുന്നത്. അമ്പിയാക്കന്മാർ ലോകത്ത് ഇന്നും കിടക്കുന്നുണ്ട്. അവരെല്ലാം എങ്ങനെയാണോ മരണപ്പെട്ടത് ആ സെക്കൻഡിൽ എങ്ങനെയായിരുന്നുവോ അതുപോലെ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ മണ്ണ് തിന്നാതെയാണ് അവർ കിടക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാവാൻ ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ കണ്ടാൽ മതി. എത്രയോ ഖബറുകൾ അമ്പിയാക്കന്മാര് പോട്ടെ, ശുഹദാക്കൾ പോവട്ടെ, സജ്ജനങ്ങളായ ആളുകളുടെ ഖബറുകൾ പോലും 60 70 കൊല്ലം കഴിഞ്ഞ് ഒരു പുതിയ മയ്യത്ത് മറവ് ചെയ്യാൻ ഒരു പഴയ ഖബർ തുറന്നു നോക്കുമ്പോ എത്ര സ്ഥലങ്ങളിലാണ് പഴയ മയ്യത്തുകൾ. ഒരു കഫംപട പോലും കേടുപാട് വരാതെ എത്രയോ സാധാരണക്കാർ, ആലിമീങ്ങളോ പണ്ഡിതന്മാരോ അല്ല, എന്നാൽ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച നല്ല മനുഷ്യർ മണ്ണ് തൊടാതെ ശരീരത്തിന് കേടുപാട് വരാതെ 100-150 കൊല്ലം പഴക്കമുള്ള മയ്യത്തുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ, കേരളത്തിന് പുറത്തു പോകട്ടെ, കേരളത്തിൽ തന്നെ എത്രയോ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അനുഭവങ്ങൾ ഉള്ളവരുണ്ടാകാം, അനുഭവിച്ചവർ കണ്ടവരുണ്ടാകാം. ഉമ്മാക്ക് ഖബർ കുഴിക്കുമ്പോ തൊട്ടടുത്ത ഖബർ ഇടിഞ്ഞു വീഴുന്നു. 100 കൊല്ലം പഴക്കമുള്ള ഖബർ നോക്കുമ്പോൾ അവിടെ കഫംപിട പോലും കേടുവരാതെ കിടക്കുന്ന മയ്യത്ത്. ഇത് ശാസ്ത്രത്തിന് മറുപടി പറയാൻ കഴിയാത്തതാണ്. സയൻസിന് മറുപടി പറയാൻ കഴിയില്ല. ഇവിടെ കടിയങ്ങാടുണ്ടായിട്ടുണ്ടോ? അനുഭവം ഉണ്ടോ ആരെങ്കിലും? അങ്ങനെ പഴയ മയ്യത്ത് മരിച്ചുപോയ ഖബർ തുറക്കപ്പെട്ടു. തുറക്കാൻ പാടില്ല, തുറക്കൽ ഹറാമ, നബ്ഷുൽ ഖബർ, ഒരു കാരണമില്ലാതെ ചെയ്യൽ. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കാവുന്നവരെ കേൾക്കുകയോ കാണുകയോ ചെയ്തവരുണ്ടെങ്കിൽ കൈപൊക്കിയാട്ടെ ഈ സദസ്സിൽ. ആരെങ്കിലും? നമ്മുടെ അബൂടെ ഈ സദസ്സിൽ ഒരാളുണ്ട്, ഞാൻ അറിയുന്ന ഒരാൾ. നമ്മുടെ മാടായിൽ സംഭവിച്ചിട്ടുണ്ട്, എന്റെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മണ്ണ് തൊടാതെ കിടക്കുകയാണ്. മണ്ണ് തൊടാതെ കിടക്കുന്നത്
അത്ഭുതമല്ലേ അത്? ഹംസ റളിയല്ലാഹു അൻഹുവിനെയും ഹംസ തങ്ങളുടെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജാബിർ തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ ശരീരങ്ങൾ കേടുപാടുകൾ വരാതെ 40 കൊല്ലങ്ങൾക്ക് ശേഷം സുരക്ഷിതമായി കാണപ്പെട്ടിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിൽ വന്നു ഉഹദിന്റെ മലയിൽ, ഖബറിന്റെ മീതെയുള്ള മണ്ണുകൾ ഒലിച്ചുപോയപ്പോ 40 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പവുമില്ലാതെ മഹാന്മാരായ സ്വഹാബിമാരുണ്ടായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് ഒരു കൊത്തുകൊണ്ടിട്ടുണ്ട്. ഹറമിന് ചുറ്റും പണി നടക്കുമ്പോ ആ കാലിന് ചോര വന്നിട്ടുണ്ട്. 40 60 കൊല്ലം കഴിഞ്ഞ ശേഷമാണത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലായിരുന്നു അത്. സുഫിയാനു സൗരി അടക്കമുള്ളവർ ജീവിച്ചിരിക്കുന്ന കാലത്ത്. അത്ഭുതങ്ങളാണ്. ഹബീബായ നബി തങ്ങളുടെ നൂറ് കിട്ടിയവരല്ലേ അത്? ഹബീബിന്റെ പ്രകാശം കിട്ടിയവരല്ലേ അത്? അതുകൊണ്ടാണ് പരിശുദ്ധ ഹബീബിനെ സംബന്ധിച്ച് അതൊരു സാധാരണ ആളാണെന്ന് പറഞ്ഞ് ഹബീബിന്റെ ജന്മത്തെ, ഹബീബിന്റെ ജന്മദിനം നടന്ന വിശുദ്ധ മാസത്തെ, ഹബീബിന്റെ ജീവിതത്തെ നിസ്സാരമായി കാണല്ലേ. നബി തങ്ങൾ മഹാത്ഭുതമായിരുന്നു. ഖത്മുർ റസൂൽ മൗലായ കുൽ ജിസ്നെ ഗുബാർ രാഹ് കോ ബഖ്ഷാ ഫറൂഖെ വാദിയെ സീനാ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നബിതങ്ങളെ എങ്ങനെയാണ് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുക. അതിനൊരു പ്രത്യേക കാര്യങ്ങൾ ചെയ്താൽ സാധ്യമാകും എന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച അങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്കൊന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കാം. ഈ സദസ്സിന് ഞാൻ നൽകുന്ന സമ്മാനം അതാണ്. നിബിതങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ളൊരു വഴി പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. എല്ലാവരും കൈപൊക്കിയാട്ടെ. അൽഹംദുലില്ലാഹ്. കൈ താത്തിക്കോളി. നീ കൈ വരച്ചിട്ടൊന്ന് ചൂടാക്കണോ? തണുപ്പുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ചെറിയ പണിയുണ്ട്. വേണോ? കൈ നന്നായിട്ട് ഉരച്ച് ചൂടായിട്ട് നല്ല കണ്ണും അങ്ങനെ വെച്ചാൽ മതി. ഉറക്കം വരുന്നുണ്ടെങ്കിൽ. ഉറക്കൊന്നും വരുന്നില്ലല്ലോ. നേരം 10:30 ആവുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പോ അല്ലാഹു തആല മജ്ലിസിനെ ഖബൂലാക്കട്ടെ. ഒരുപാട് ദൂരെ നിന്ന് വന്ന ആളുകൾ ഈ സദസ്സിലുണ്ട്. കാസർഗോഡ് നിന്ന് വന്നവരുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, നമ്മുടെ ജാതിയേരിയുള്ള എന്റെ സുഹൃത്ത് ആമിർക്ക. അവർ ഫ്രാൻസിൽ നിന്നാണ് വരുന്നത്. ഇന്ന് നേരെ വരുന്ന വഴിയാണ്, അബുദാബി വഴി കോഴിക്കോട് എയർപോർട്ടിലെത്തി. വീട്ടിലെത്തി വിശ്രമിച്ചിട്ടില്ല, ഈ പരിപാടി കൂടാൻ വേണ്ടി വന്നതാ. അപ്പോ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ പോയിട്ട് വരിക. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾ ദൂരെന്നും പരിസരത്തുനിന്നും ഒക്കെ നടന്നു വന്നവരുണ്ട്. ദൂരെന്ന് വന്നവരെക്കാളും ക്ഷീണമുണ്ടാവും ചിലപ്പോൾ നടന്നു വരുന്നവര്. ഒരു വണ്ടി പോലും ഇല്ലാതെ നടന്ന് കുട്ടികളെടുത്തിട്ട് നടന്നു പോകുന്നത് അവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹുവേ ഈ സദസ്സിനെ നീ കബൂലാക്കണേ റബ്ബേ. ഇത് സ്വർഗത്തിലെത്തുന്ന ഒരു ബന്ധമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ കണ്ണു നിറയെ കാണാനുള്ള ഭാഗ്യം നൽകണമേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ വണ്ടി ഓൺ ടൈമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ നിർത്തലും ഈ ഇരിക്കലൊക്കെ ആയിട്ട് കുറച്ച് സമയം, ഒരു 4 മിനിറ്റ് കഴിച്ചാൽ ഒരു 20-25 മിനിറ്റ് 11 മണിയാകുമ്പോഴേക്കും പരിപാടി ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിക്കും. ഇൻഷാ അല്ലാഹ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇരുന്നോളൂ. ജസാക്കുമുല്ലാഹ് ഖൈർ. തിരക്കിലേക്ക് പോകട്ടെ. ഇൻഷാ അല്ലാഹ്. ഒന്നും പ്രശ്നമില്ല. നമ്മൾ കാലി കസേരയോട് വേദ പറയും. ഞാൻ എന്റെ നാട്ടിൽ വേദ ഉണ്ടായിരുന്നു. ഇതിപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയ പരിപാടി ഇതുവരെ നിർത്തിയിട്ടില്ല. ഇനിയും ഒരു 10-12 ദിവസം കൂടെ ഉണ്ട് തുടർച്ചയായിട്ട്. 2 ദിവസം ഉണ്ടായിരുന്നു. സ്വന്തം നാടല്ല. 2 ദിവസം പറയണ്ടെന്ന് വെച്ച് 2 ദിവസം പറഞ്ഞു. ആദ്യത്തെ ദിവസം തുടങ്ങാൻ ഉദ്ഘാടനവും സ്വാഗതമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരം 10:15 തുടങ്ങിയപ്പോ. അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞു പരിപാടി നിർത്തിയപ്പോ 12:15. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ കൃത്യം 8 മണിക്ക് തുടങ്ങും. 8 മണിന്ന് പറഞ്ഞാൽ 8:01 ആവൂല, 7:59 തുടങ്ങും എന്ന് പറഞ്ഞു. നിങ്ങൾ വന്നാലും ഇല്ലെങ്കിലും 8 മണിക്ക് തുടങ്ങി 10:15 ഞാൻ നിർത്തുന്നും പറഞ്ഞു. അങ്ങനെ 8 മണിക്ക് തുടങ്ങി. 30 ആണുങ്ങളുണ്ട് മുമ്പില്. പെണ്ണുങ്ങൾ ആയിരക്കണക്കിനുണ്ട്. ആയിരക്കണക്കിന് ആണുങ്ങളും തലേന്നുണ്ട്. പക്ഷെ അവര് 8, 4, 9 ആവുമെന്ന് വിചാരിച്ചവര് 8:01 പ്രസംഗം തുടങ്ങി. അരമണിക്കൂർ 3/4 മണിക്കൂറായപ്പോഴേക്കും സദസ്സ് നിറഞ്ഞു. പക്ഷെ 10:15 നിർത്തിയും ചെയ്തു.
അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടൈം എനിക്ക് വല്ലാത്ത നിർബന്ധമാണ്. 8 എന്ന് പറഞ്ഞാൽ 8. നമ്മൾ നോട്ടീസ് അടിക്കുമ്പോൾ സംഘാടകർ ശ്രദ്ധിക്കണം. 8 മണിക്ക് തുടങ്ങാൻ പറ്റൂലെങ്കിൽ 8 എന്ന് എഴുതാൻ പാടില്ല. 7 മണിക്ക് തുടങ്ങാൻ പറ്റൂലെങ്കിൽ 7 എന്ന് എഴുതരുത്. എഴുതുന്നതാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ പറയല്ലേ. ആ ഒരു സത്യസന്ധത നമ്മൾ ഇവിടെ പാലിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. നമ്മൾ പരമാവധി ശ്രദ്ധിച്ചു. അപ്പോ നമ്മൾ ഓൺ ടൈം തന്നെ ആയിക്കോട്ടെ. കരവന്നൂരുള്ള അബ്ദുൽ ജബ്ബാർ സാഹിബ് നമ്മളെ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നുണ്ട്. തത്സമയ പ്രക്ഷേപണം നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് 10,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നീ അവർക്ക് സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഭാര്യയ്ക്ക് നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ രോഗികളായ ആളുകളുണ്ട്. നമ്മുടെ മദ്രസയുടെ നമ്മുടെ പ്രസിഡന്റിന്റെ പേരെന്തായിരുന്നു? കുഞ്ഞബ്ദുള്ള സാഹിബ്. വളരെ നിഷ്കാമകർമ്മിയായ നമ്മുടെ കുഞ്ഞബ്ദുള്ളക്ക് സുഖമില്ലാതെ ഇപ്പോ വീട്ടിലാണുള്ളത്. അവരെ ഞാൻ ഈ പരിപാടിക്ക് വരുന്നതിന്റെ മുമ്പ് വീട്ടിലൊന്ന് കയറിയിട്ടാ വന്നത്. സുഖമില്ലാതെ ഇരിപ്പാണ്. അള്ളാഹു തആല അവർക്ക് പരിപൂർണമായ ശിഫ കൊടുക്കട്ടെ. അള്ളാഹു നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഏത് വലിയ രോഗമാണെങ്കിലും നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അത്ഭുതകരമായി നീ ശിഫ കൊടുക്കണേ റബ്ബേ. അത്ഭുതകരമായി ശിഫ കൊടുക്കണേ അല്ലാഹ്. അസ്അലുല്ലാഹൽ അസീം റബ്ബൽ അർശിൽ അസീം യശ്ഫിയ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അപ്പോ ഇൻഷാ അല്ലാഹ് സമയം 1 മിനിറ്റ് ഞാൻ എടുത്തു, ക്ഷമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുന്നത് ഒരു സൗഭാഗ്യമാണ്. നബി തങ്ങളെ കാണാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യം. അവിടുന്ന് പറയുന്നു ദഹബത്തിൻ നുബുവ്വ വബഖിയത്തിൽ മുബശ്ശിറാത്ത്. നുബുവത്തിന്റെ കാലം കഴിഞ്ഞു, പ്രവാചകത്വം അവസാനിക്കാൻ പോകുന്നു. എന്റെ യാത്രയോടുകൂടെ, ഞാൻ ഈ ലോകത്തോട് യാത്ര പറയുന്നതോടുകൂടെ ഇനി പുതിയൊരു പ്രവാചകൻ വരികയില്ല. ഞാൻ എന്താണോ പഠിപ്പിച്ചത് അത് ലോകാവസാനം വരെ നിലനിൽക്കാനുള്ള പണ്ഡിതന്മാരിവിടെ ഉണ്ടാകും. കിതാബുകൾ രചിക്കപ്പെടും, വിശുദ്ധ ഖുർആൻ ഓതപ്പെടും, ഹദീസ് പഠിക്കപ്പെടും. എന്നാൽ ഒരു നബി വരാനില്ല. പക്ഷേ വബഖിയത്തിൽ മുബശ്ശിറാത്ത്, സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്നാൽ ബാക്കിയുണ്ടാവും. സ്വഹാബികൾ ചോദിച്ചു, നബിയെ എന്താണ് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്നങ്ങ് പറഞ്ഞത്? മൽ മുബശ്ശിറാത്തു യാ റസൂലല്ലാഹ്. ഓക്കെ, അവർക്ക് ആക്സിഡന്റ് ആയതല്ല, നേരത്തെ നമ്മളോട് സംഭാവന ചെയ്തല്ലോ 10,000. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്വതക്ക അല്ലാഹു കബൂലാക്കട്ടെ. എന്തുദ്ദേശമാണോ അവരുദ്ദേശിച്ചത് അള്ളാഹു സാധിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തിരുത്തി തന്നത് നന്നായി. മൽ മുബശ്ശിറാത്തു യാ റസൂലല്ലാഹ്. നബിയെ എന്താണ് മുബശ്ശിറാത്ത്? നുബുവത്തിന്റെ കാലം കഴിയുന്നു, എന്നാൽ മുബശ്ശിറാത്തുകൾ ബാക്കിയുണ്ടാവും. എന്താണ് മുബശ്ശിറാത്ത്? ഖാല, മുത്തനബി തങ്ങൾ പറയുന്നു അർറുഇയ സ്വാലിഹ. മുബശ്ശിറാത്ത് എന്ന് പറയുന്നത് സത്യസന്ധമായ സ്വപ്നങ്ങളാണ്.